പിണറായി വിജയൻ അവർകൾ ഈ ചരിത്ര നിമിഷത്തിന് അതിൻ്റെ പ്രഖ്യാപനത്തിന് വേണ്ടി എത്തിച്ചേരുകയാണ്. നവകേരള പ്രയാണത്തിന്റെ ഉജ്ജ്വലനായ സാരഥി, കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിമാർ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, ബഹുമാനപ്പെട്ട മേയർ, ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥ പ്രമുഖർ എല്ലാവരെയും വേദിയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുക. രാജ്യത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനമായി കേരളം. ഈ ചരിത്രപരമായ പ്രഖ്യാപനത്തിന് സാക്ഷ്യം വഹിക്കുവാൻ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വിനീതമായ നമസ്കാരം. 1991 ഏപ്രിൽ 18 സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനത്തിലൂടെ ലോകത്തിന് മുന്നിൽ വിദ്യാഭ്യാസ മുന്നേറ്റം അടയാളപ്പെടുത്തിയ നമ്മുടെ കേരളം നവസാങ്കേതിക യുഗത്തിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ഡിജി കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ചതിന്റെ പ്രഖ്യാപന ചടങ്ങ് ആരംഭിക്കുകയാണ്. മേഘം മായുന്നേ പായുന്നേ നാടാകെ വിടരുകയായി ഒരു പുതുദിശ തിരയാൻ ഈ പല ജനമറിവിൽ നാടാകെ വിടരുകയായി ഒരു പുതുദിശ തിരയാൻ ഈ പല ജനമറിവിൽ ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് IAS വിനയപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ്,
ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട മന്ത്രിമാരായ ശ്രീ വി ശിവൻകുട്ടി, ശ്രീ GR അനിൽ, ശ്രീ കൃഷ്ണൻകുട്ടി, ശ്രീ AK ശശീന്ദ്രൻ, വേദിയിലും സദസ്സിലുള്ള മാന്യരെ, പ്രിയമുള്ളവരെ, വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലെ മുൻനിര സംസ്ഥാനങ്ങളിലൊന്നായ കേരളം രാജ്യത്തിൻ്റെ മാതൃകയായിട്ടുള്ള നേട്ടങ്ങൾ പലതും കൈവരിച്ചിട്ടുണ്ട്. 1991 സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച് ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി മാറി. 2014 സെൻസസിലും കേരളം 93.91 എന്ന രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്ക് കൈവരിച്ചു. എന്നാൽ ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ സാക്ഷരത അർത്ഥം വായനയും എഴുത്തും മാത്രമല്ല. സാങ്കേതിക വിദ്യയുടെ വളർച്ച പുതിയൊരു സാക്ഷരതയിലേക്കാണ് കേരളത്തെ എത്തിച്ചത്. ഡിജിറ്റൽ സാക്ഷരത. ഇതിൽ കേവലം കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം മാത്രമല്ല, ഇന്റർനെറ്റ് ഉപയോഗിക്കാനും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇടപെടാനും ടെക്നോളജി ഉപയോഗിച്ച് ആവശ്യമായ സേവനങ്ങൾ നൽകാനും കഴിയുന്ന രീതിയിലാണ്. ഓരോ പൗരനും ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കണമെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഡിജി കേരളം സംരംഭം ഡിജി പുല്ലമ്പാറ എന്ന പദ്ധതിയിലാണ് പ്രചോദനം നേടിയത്. പുല്ലമ്പാറ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഗ്രാമപഞ്ചായത്തായി മാറിയതോടെ ഇത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. ഒപ്പം ഡിജി കേരളം പദ്ധതിക്ക് മാതൃകയായി മാറുകയും ചെയ്തു. ഡിജി കേരളം പദ്ധതിയുടെ ലക്ഷ്യം 14 വയസ്സിന് മുകളിലുള്ള എല്ലാ പൗരന്മാർക്കും ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കലായിരുന്നു. ഓരോ വീട്ടിലും നിന്നും ഒരാളെ മാത്രം പരിശീലിക്കുന്നതിന് ഉള്ള പതിവ് രീതിയിൽ നിന്ന് മാറി ഡിജി കേരളം സംരംഭം മുഴുവൻ കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് വിദ്യാർത്ഥികൾ മുതൽ ജോലി ചെയ്യുന്നവരും മുതിർന്നവരെയും എല്ലാവരെയും ഉൾപ്പെടുത്തി. ഇതാണ് ഈ പദ്ധതിയുടെ വിജയത്തിലെ പ്രധാന ഘടകമായത്. പദ്ധതിക്ക് 3 ഘടകങ്ങളാണ് ഉണ്ടായിരുന്നത്. ഡേറ്റ ശേഖരണം, പരിശീലനം, മൂല്യനിർണ്ണയം. ആദ്യം ഡേറ്റ കളക്ഷൻ. അടിസ്ഥാന ഡിജിറ്റൽ കഴിവുള്ള ഇല്ലാതെ പൗരന്മാരെ തിരിച്ചറിയാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സർവേ നടത്തി. പിന്നീട് ട്രെയിനിങ്. സ്മാർട്ട് ഫോൺ ഉപയോഗം, ഇന്റർനെറ്റ്, സർക്കാർ സേവനങ്ങൾ, ഓൺലൈൻ തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടുത്തി പരിശീലനം നടത്തി. മൂന്നാമത് ഇവാലുവേഷൻ. പങ്കെടുക്കുന്നവരെ മൂല്യനിർണ്ണയം നടത്തി. മൊബൈൽ ആപ്പ്, വെബ് പോർട്ടൽ എന്നിവ വഴി സർക്കാർ പോർട്ടലുകളിൽ നിന്നുള്ള സേവനങ്ങൾ നേടൽ, ഡിജിറ്റൽ ഇടപാടുകൾ നടത്തിയ തുടങ്ങിയ പ്രവർത്തനങ്ങൾ പരിശോധിക്കപ്പെട്ടു. ഡിജി കേരളത്തിന്റെ വിജയത്തിന്റെ പ്രധാന പങ്ക് വഹിച്ചത് സന്നദ്ധ പ്രവർത്തകരാണ്, പ്രാദേശിക സംഘടനകളുമാണ്. 2,57,000-ത്തിലധികം സന്നദ്ധ പ്രവർത്തകർ ഈ പദ്ധതിയിൽ പങ്കെടുത്തു. യുവജന സംഘടനകൾ, കുടുംബശ്രീ പ്രവർത്തകർ, കേരള സ്റ്റേറ്റ് സാക്ഷരതാ മിഷൻ പ്രീറക്സ്, ലൈബ്രറി കൗൺസിൽ അംഗങ്ങൾ, നാഷണൽ സർവീസ് സ്കീം, നാഷണൽ കേഡറ്റ് കോർ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് എന്നിവയും മറ്റ് സംഘടനകളും സഹകരിച്ചു. തദ്ദേശ സ്വയംഭരണ പ്രതികളും വാർഡ് കമ്മിറ്റികളും നിർണായക പങ്കുവഹിച്ചു. ഡിജി കേരളം പദ്ധതിയുടെ ഫലം അതീവ ശ്രദ്ധേയമാണ്. 83,40,879 കുടുംബങ്ങളിൽ സർവേ നടന്നു. അതിൽ നിന്നും ഡിജിറ്റൽ സാക്ഷരത ഇല്ലാത്ത 21,87,966 പൗരന്മാരെ പരിശീലിപ്പിച്ചു. ഇതിൽ 21,77,666 പേർ മൂല്യനിർണ്ണയത്തിൽ വിജയിച്ചു. 99.9% വിജയനിരക്കാണ്. ഇതോടെ കേരളം ഇന്ത്യയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ സംസ്ഥാനമായി മാറി. മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടി ഒരു മാതൃകയായി. ഈ ഒരു സന്തോഷ വാർത്തയിൽ ആണ് ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. എൻ്റെ കർത്തവ്യത്തിൽ കിടക്കുകയാണ്. ഈ ചടങ്ങിലേക്ക് സ്വാഗതം പറയുന്നതാണ് എൻ്റെ കർത്തവ്യം. ഈ പരിപാടിയുടെ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ് അവറുകൾക്ക് ഞാൻ എൻ്റെ സ്വന്തം പേരിലും യോഗത്തിൻ്റെ പേരിലും സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ഈ ചടങ്ങിൻ്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുകയും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത പ്രഖ്യാപനം നടത്തുന്നതും നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകളാണ്. ഞാൻ അദ്ദേഹത്തെ ഈ യോഗത്തിൻ്റെ പേരിൽ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. മുഖ്യ അതിഥികളായിട്ട് എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവറുകളെ ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ GR അനിലിനെ ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു.
ബഹുമാനപ്പെട്ട വിദ്യുശക്തി വകുപ്പ് മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടി അവരെ ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീ A.K. ശശീന്ദ്രനെ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ, ചെയർമാൻ ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർമാൻമാർ ശ്രീ കൃഷ്ണദാസ്, പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ, പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത് ശ്രീ P.V. രാജേഷ്, തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ ശ്രീ V. ഹരികുമാർ, ശ്രീ S.D. ശുഭലാൽ, എൻ്റെ സഹപ്രവർത്തകരായ ശ്രീമതി അനുപമ, ശ്രീമതി അദില അബ്ദുള്ള, ശ്രീ ജെറോമിക് ജോർജ്, ശ്രീ സൂരജ് ഷാജി, ശ്രീമതി അപൂർവ ത്രിപാഠി, ാം വയസ്സിൽ ഡിജിറ്റൽ സാക്ഷരത നേടിയ ശ്രീ അബ്ദുള്ള മൗലവിയുമായി മുഖ്യമന്ത്രി വീഡിയോ കോളിൽ സംസാരിക്കുന്ന ചരിത്ര നിമിഷത്തിലേക്ക്. ഇത് എറണാകുളം ജില്ലയിൽ ഓടക്കാലി ഏക്കുന്നം മടത്തിക്കുടി വീട്ടിൽ 105 വയസ്സുള്ള M.A. അബ്ദുള്ള മൗലവി ബാഖവി. കേരളത്തിന്റെ സ്വന്തം ഡിജിറ്റൽ ഹീറോ. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഡിജി കേരളം പദ്ധതിയിലൂടെ ഡിജിറ്റൽ സാക്ഷരത നേടി. നമസ്കാരം, ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുക്കാം. എങ്ങനെ? നിങ്ങളെ പോലുള്ളവരുടെ അനുഗ്രഹവും പിന്തുണയാണ് ഈ സർക്കാരിന്റെ തന്നെ ബലം. അതെപ്പോഴും ഉണ്ടാകണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നിർത്തട്ടെ. ഓക്കെ, എല്ലാ ആശംസകളും. ശരി. ഡിജി കേരളയിലൂടെ ഡിജിറ്റൽ സാക്ഷരത നേടിയ തിരുവനന്തപുരം സ്വദേശി 75 വയസ്സുള്ള ശ്രീമതി ശാരദ കാണിയെയും ശ്രീമതി വിശാലാക്ഷിയെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമൊപ്പം സെൽഫി എടുക്കുന്നതിനായി സന്തോഷപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.
സ്വാഗതം ആശംസിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് IAS-നെ വിനയപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ്, ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട മന്ത്രിമാരായ ശ്രീ വി ശിവൻകുട്ടി, ശ്രീ GR അനിൽ, ശ്രീ കൃഷ്ണൻകുട്ടി, ശ്രീ AK ശശീന്ദ്രൻ, വേദിയിലും സദസ്സിലുള്ള മാന്യരെ, പ്രിയമുള്ളവരെ, വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലെ മുൻനിര സംസ്ഥാനങ്ങളിലൊന്നായ കേരളം രാജ്യത്തിൻ്റെ മാതൃകയായിട്ടുള്ള നേട്ടങ്ങൾ പലതും കൈവരിച്ചിട്ടുണ്ട്. 1991 സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച് ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി മാറി. 2014 സെൻസസിൽ കേരളം 93.91 എന്ന രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്ക് കൈവരിച്ചു. എന്നാൽ ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ സാക്ഷരത അർത്ഥം വായനയും എഴുത്തും മാത്രമല്ല. സാങ്കേതിക വിദ്യയുടെ വളർച്ച പുതിയൊരു സാക്ഷരതയിലേക്കാണ് കേരളത്തെ എത്തിച്ചത്. ഡിജിറ്റൽ സാക്ഷരത. ഇതിൽ കേവലം കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം മാത്രമല്ല, ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇടപെടാനും ടെക്നോളജി ഉപയോഗിച്ച് ആവശ്യമായ സേവനങ്ങൾ നൽകാനും കഴിയുന്ന രീതിയിലാണ്. ഓരോ പൗരനും ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കണമെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഡിജി കേരളം സംരംഭം ഡിജി പുല്ലമ്പാറ എന്ന പദ്ധതിയിലാണ് പ്രചോദനം നേടിയത്. പുല്ലമ്പാറ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഗ്രാമപഞ്ചായത്തായി മാറിയതോടെ ഇത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. ഒപ്പം ഡിജി കേരളം പദ്ധതിക്ക് മാതൃകയായി മാറുകയും ചെയ്തു. ഡിജി കേരളം പദ്ധതിയുടെ ലക്ഷ്യം 14 വയസ്സിന് മുകളിലുള്ള എല്ലാ പൗരന്മാർക്കും ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കലായിരുന്നു. ഓരോ വീട്ടിലും നിന്നും ഒരാളെ മാത്രം പരിശീലിക്കുന്നതിന് ഉള്ള പതിവ് രീതിയിൽ നിന്ന് മാറി ഡിജി കേരളം സംരംഭം മുഴുവൻ കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് വിദ്യാർത്ഥികൾ മുതൽ ജോലി ചെയ്യുന്നവരും മുതിർന്നവരെയും എല്ലാവരെയും ഉൾപ്പെടുത്തി. ഇതാണ് ഈ പദ്ധതിയുടെ വിജയത്തിലെ പ്രധാന ഘടകമായത്. പദ്ധതിക്ക് 3 ഘടകങ്ങളാണ് ഉണ്ടായിരുന്നത്: ഡേറ്റ ശേഖരണം, പരിശീലനം, മൂല്യനിർണ്ണയം. ആദ്യം ഡേറ്റ കളക്ഷൻ. അടിസ്ഥാന ഡിജിറ്റൽ കഴിവുള്ള ഇല്ലാതെ പൗരന്മാരെ തിരിച്ചറിയാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സർവേ നടത്തി. പിന്നീട് ട്രെയിനിങ്. സ്മാർട്ട് ഫോൺ ഉപയോഗം, ഇന്റർനെറ്റ്, സർക്കാർ സേവനങ്ങൾ, ഓൺലൈൻ തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടുത്തി പരിശീലനം നടത്തി. മൂന്നാമത് ഇവാലുവേഷൻ. പങ്കെടുക്കുന്നവരെ മൂല്യനിർണ്ണയം നടത്തി. മൊബൈൽ ആപ്പ്, വെബ് പോർട്ടൽ എന്നിവ വഴി സർക്കാർ പോർട്ടലുകളിൽ നിന്നുള്ള സേവനങ്ങൾ നേടൽ, ഡിജിറ്റൽ ഇടപാടുകൾ നടത്തിയ തുടങ്ങിയ പ്രവർത്തനങ്ങൾ പരിശോധിക്കപ്പെട്ടു. ഡിജി കേരളത്തിന്റെ വിജയത്തിന്റെ പ്രധാന പങ്ക് വഹിച്ചത് സന്നദ്ധ പ്രവർത്തകരാണ്, പ്രാദേശിക സംഘടനകളുമാണ്. 2,57,000-ത്തിലധികം സന്നദ്ധ പ്രവർത്തകർ ഈ പദ്ധതിയിൽ പങ്കെടുത്തു. യുവജന സംഘടനകൾ, കുടുംബശ്രീ പ്രവർത്തകർ, കേരള സ്റ്റേറ്റ് സാക്ഷരതാ മിഷൻ പ്രീറക്സ്, ലൈബ്രറി കൗൺസിൽ അംഗങ്ങൾ, നാഷണൽ സർവീസ് സ്കീം, നാഷണൽ കേഡറ്റ് കോർ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് എന്നിവയും മറ്റ് സംഘടനകളും സഹകരിച്ചു. തദ്ദേശ സ്വയംഭരണ പ്രതികളും വാർഡ് കമ്മിറ്റികളും നിർണായക പങ്കുവഹിച്ചു. ഡിജി കേരളം പദ്ധതിയുടെ ഫലം അതീവ ശ്രദ്ധേയമാണ്. 83,40,879 കുടുംബങ്ങളിൽ സർവേ നടന്നു. അതിൽ നിന്നും ഡിജിറ്റൽ സാക്ഷരത ഇല്ലാത്ത 21,87,966 പൗരന്മാരെ പരിശീലിപ്പിച്ചു. ഇതിൽ 21,77,666 പേർ മൂല്യനിർണ്ണയത്തിൽ വിജയിച്ചു. 99.9% വിജയനിരക്കാണ്. ഇതോടെ കേരളം ഇന്ത്യയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ സംസ്ഥാനമായി മാറി. മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടി ഒരു മാതൃകയായി. ഈ ഒരു സന്തോഷ വാർത്തയിൽ ആണ് ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. എൻ്റെ കർത്തവ്യത്തിൽ കിടക്കുകയാണ്. ഈ ചടങ്ങിലേക്ക് സ്വാഗതം പറയുന്നതാണ് എൻ്റെ കർത്തവ്യം. ഈ പരിപാടിയുടെ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ് അവർക്ക് ഞാൻ എൻ്റെ സ്വന്തം പേരിലും യോഗത്തിൻ്റെ പേരിലും സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ഈ ചടങ്ങിൻ്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുകയും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത പ്രഖ്യാപനം നടത്തുന്നതും നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവர்களാണ്. ഞാൻ അദ്ദേഹത്തെ ഈ യോഗത്തിൻ്റെ പേരിൽ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു.
മുഖ്യ അതിഥികളായിട്ട് എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവരെ ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ GR അനിലിനെ ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട വിദ്യുശക്തി വകുപ്പ് മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടി അവരെ ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീ AK ശശിധരനെ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ, ചെയർമാൻ ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർമാൻമാർ ശ്രീ കൃഷ്ണദാസ്, പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് അഡ്വക്കേറ്റ് D സുരേഷ് കുമാർ, പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത് ശ്രീ PV രാജേഷ്, തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ ശ്രീ V ഹരികുമാർ, ശ്രീ SD ശുഭലാൽ, എൻ്റെ സഹപ്രവർത്തകരായ ശ്രീമതി അനുപമ, ശ്രീമതി അദീല അബ്ദുള്ള, ശ്രീ ജെറോമിക് ജോർജ്, ശ്രീ സൂരജ് ഷാജി, ശ്രീമതി അപൂർവ ത്രിപാഠി എന്നിവരെയും ഈ യോഗത്തിലെത്തിയിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. പ്രാദേശിക സർക്കാരുകൾ എന്ന നിലയിൽ ഓരോ മനുഷ്യന്റെയും ദൈനംദിന ജീവിതവുമായി ഇഴചേർന്നു നിൽക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ കാര്യക്ഷമതയോടെ നയിക്കുന്ന ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണവും എക്സൈസും പാർലമെന്ററി കാര്യവും വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ് അവരുടെ അധ്യക്ഷ പ്രസംഗത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ആദരണീയനായ മുഖ്യമന്ത്രി, വേദിയിലുള്ള ബഹുമാന്യരായ മന്ത്രിമാരെ, ജനപ്രതിനിധികളെ, ഉദ്യോഗസ്ഥരെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, കേരളം ഇന്ന് പുതിയൊരു ചരിത്രം കൂടി സൃഷ്ടിക്കുകയാണ്. 1991 ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ച കേരളം 34 വർഷത്തിന് ശേഷം ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായി മാറുകയാണ്. എല്ലാ കാലത്തും ഇന്ത്യക്ക് വഴി കാണിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു കാര്യത്തിൽ കൂടി കേരളം രാജ്യത്തിന് വഴി കാണിക്കുകയാണ്. കേരള വികസന മാതൃകയുടെ പ്രത്യേകത എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, ഉൾച്ചേർക്കുന്ന വികസന മാതൃകയാണ് എന്നതാണ്. സമത്വത്തിലും സാമൂഹിക നീതിയിലും അധിഷ്ഠിതമായ കേരള വികസന മാതൃക നിരന്തരം സ്വയം നവീകരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതാണ് നവകേരളം എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നവകേരളത്തിലേക്കുള്ള ഒരു നിർണായക ചുവടുവെപ്പാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത എന്നത്. ഇന്ന് ലോകമാകെ സാമ്പത്തിക അസമത്വം പോലെ, വരുമാനത്തിൽ അസമത്വം പോലെ കണക്കാക്കുന്ന, ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഡിജിറ്റൽ അസമത്വം, ഡിജിറ്റൽ അന്തരം. ഉൾച്ചേർക്കുന്ന കേരള വികസന മാതൃക മറ്റെല്ലാ കാര്യത്തിലും എന്നതുപോലെ ഡിജിറ്റൽ അന്തരത്തെ അഭിസംബോധന ചെയ്യാൻ നടത്തിയിട്ടുള്ള ധീരമായിട്ടുള്ള ശ്രമമാണ് ഡിജിറ്റൽ സാക്ഷരതാ യജ്ഞം. പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്താണ് ആദ്യമായി ഇതിന് തുടക്കം കുറിച്ചത്. കോവിഡ് കാലത്ത് തങ്ങളുടെ കൂലി വന്നോ എന്നറിയാൻ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇടയ്ക്കിടെ ബാങ്കിന്റെ ബ്രാഞ്ചിൽ വന്ന് നോക്കേണ്ടി വരുന്ന സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് അവിടുത്തെ നമ്മുടെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമെല്ലാം അവരെ ഡിജിറ്റൽ സാക്ഷരരാക്കുന്നതിനെ കുറിച്ചും അതിനൊരു ക്യാമ്പയിൻ ആരംഭിക്കുന്നതിനെ കുറിച്ചും ആലോചിച്ചത്. പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത് അത് വിജയകരമായി നിറവേറ്റി ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷര പഞ്ചായത്തായിട്ട് പുല്ലമ്പാറ മാറി. ആ പരീക്ഷണം കേരളം മുഴുവൻ വ്യാപിപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പും സംസ്ഥാന സർക്കാരും തീരുമാനിച്ചു. പുല്ലമ്പാറയുടെ മാതൃകയിൽ സംസ്ഥാനത്താകെ ഡിജിറ്റൽ സാക്ഷരതാ ക്യാമ്പയിൻ 2023 ഏപ്രിൽ മാസത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊച്ചിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു. 2025 മാർച്ച് മാസമായപ്പോഴേക്കും
ആ ലക്ഷ്യം നമുക്ക് കൈവരിക്കാൻ 18 മാസം കൊണ്ട് ആ ലക്ഷ്യം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞു. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് ആകെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് വിശദമായിട്ടുള്ള മൊഡ്യൂൾ നമ്മൾ തയ്യാറാക്കി. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെയും കിലയുടെയും സഹായത്തോടു കൂടി മാസ്റ്റർ ട്രെയിനർമാരെ കണ്ടെത്തി, ട്രെയിനർമാരെ പരിശീലിപ്പിച്ചു. അവരെ ഉപയോഗിച്ച് 2,57,000 വോളണ്ടിയർമാരെ നാം പരിശീലിപ്പിച്ച് രംഗത്തിറക്കുകയുണ്ടായി. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വോളണ്ടിയർമാരിൽ മഹാഭൂരിപക്ഷവും ജെൻസി എന്നറിയപ്പെടുന്ന പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളായിരുന്നു, ചെറുപ്പക്കാരായിരുന്നു എന്നത് പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യമാണ്. പുതുതലമുറയുടെ സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ചെല്ലാം പലരും വിമർശനമുന്നയിക്കുമ്പോൾ അവരാണ് ഈ ഡിജിറ്റൽ സാക്ഷരതാ യജ്ഞത്തെ മുന്നിൽ നിന്ന് നയിച്ചത് താഴെത്തട്ടിൽ എന്ന കാര്യം പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ബാക്കി കാര്യങ്ങളെല്ലാം CS സ്വാഗത പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി പറഞ്ഞു. 3 ഘട്ടം ഇവാലുവേഷൻ മൂല്യനിർണ്ണയം നടത്തിയിട്ട് അതിനുശേഷം വീണ്ടും 2 ഘട്ടങ്ങളിലായി സൂപ്പർ ചെക്കും നടത്തിയിട്ടാണ് ഒടുവിൽ 99.98% റിസൾട്ടോടു കൂടി ഇന്ന് നാം ഡിജിറ്റൽ സാക്ഷരത പ്രഖ്യാപിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡം 14 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവരിൽ 90% ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് എത്തിച്ചാൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത എന്നതാണ്. എന്നാൽ കേരളത്തിൽ നാം 14 മുതൽ 65 വയസ്സ് വരെയാണ് നിശ്ചയിച്ചത്. പക്ഷെ സർവേ കഴിഞ്ഞപ്പോൾ 90 വയസ്സും 100 വയസ്സും ഒക്കെ ഉള്ള ആളുകൾ ഉത്സാഹത്തിൽ ഇതിൽ പങ്കാളികളായി. അവരെ ആരെയും നാം ഒഴിവാക്കിയില്ല. സാങ്കേതികത്വം പറഞ്ഞ് 65 മുകളിലാണ് എന്നതിന്റെ പേരിൽ ഒരാളെയും ഒഴിവാക്കിയില്ല. 105 വയസ്സുള്ള അബ്ദുള്ള മൗലവി കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ, കേരളത്തിലെ എന്നല്ല ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ ഡിജിറ്റൽ നവസാക്ഷരനായി മാറിയത് ഈ ക്യാമ്പയിന്റെ ഏറ്റവും വലിയ വിജയമാണ്. കേരളത്തിന്റെ യഥാർത്ഥ കഥ, റിയൽ കേരള സ്റ്റോറിയിലെ നായകൻ എന്ന് 105 വയസ്സുള്ള അബ്ദുള്ള മൗലവിയെ നമുക്ക് നിസ്സംശയം വിശേഷിപ്പിക്കാൻ കഴിയും. അങ്ങനെ അനേകം പേരുണ്ട്. 90 വയസ്സ് പിന്നിട്ട 15,333 പേരാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചത്. 75 വയസ്സിനും 90 വയസ്സിനും ഇടയിലുള്ള 1,35,000 പേരാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചത്. ആ അർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ശാക്തീകരിക്കുന്ന, പ്രായം ചെന്നവരെയും അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളിൽപ്പെട്ടവരെയും എല്ലാം ശാക്തീകരിക്കുന്ന ഒരു വലിയ ചുവടുവെപ്പ് കൂടിയാണ് ഡിജിറ്റൽ സാക്ഷരത. ഇത്തരമൊരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. 2022 മുതലാണ് സംസ്ഥാനം ഒരു ഏകീകൃത സോഫ്റ്റ്വെയർ സേവനങ്ങൾ, തദ്ദേശ സേവനങ്ങൾ മുഴുവൻ ഓൺലൈനാക്കി ലഭ്യമാക്കാനുള്ള ഏകീകൃത സോഫ്റ്റ്വെയർ വികസിപ്പിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചത്. അതിന് സമാന്തരമായി തന്നെ ഡിജിറ്റൽ സാക്ഷരതയെക്കുറിച്ചും സർക്കാർ ആലോചിച്ചു. കാരണം സേവനങ്ങളെല്ലാം ഓൺലൈൻ ആവുമ്പോൾ അത് നേടാൻ എല്ലാവർക്കും കഴിവുണ്ടാവണം. എല്ലാവരെയും പ്രാപ്തരാക്കാൻ എല്ലാവർക്കും ഡിജിറ്റൽ സാക്ഷരത അനിവാര്യമാണ്. അപ്പൊ സർക്കാരിന്റെ ദീർഘവീക്ഷണം കൂടിയാണ് അതിൽ തെളിഞ്ഞത്. ഒരു ഭാഗത്ത് സേവനങ്ങൾ ഓൺലൈനാക്കാനുള്ള ഏകീകൃത സോഫ്റ്റ്വെയറും മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിക്കാനുള്ള ശ്രമം, അതിന് സമാന്തരമായി ലക്ഷക്കണക്കിന് ആളുകളെ ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് നയിക്കാൻ നടത്തിയ ശ്രമം, രണ്ടും ഇന്ന് വിജയിച്ചിരിക്കുന്നു. ഇന്ന് ഇന്ത്യയിൽ എല്ലാ തദ്ദേശ സേവനങ്ങളും വിരൽത്തുമ്പിൽ, ഒട്ടും അതിശയോക്തിയില്ലാതെ, ഒട്ടും ആലങ്കാരികതയില്ലാതെ വിരൽത്തുമ്പിൽ എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കിയ സംസ്ഥാനമാണ് കേരളം. അതാണ് കെ സ്മാർട്ടിന്റെ പ്രത്യേകത. ബർത്ത് സർട്ടിഫിക്കറ്റ് ആവട്ടെ, ഡെത്ത് സർട്ടിഫിക്കറ്റ് ആവട്ടെ, ബിൽഡിംഗ് പെർമിറ്റ് ആവട്ടെ, ലൈസൻസ് ആവട്ടെ, ഏത് സേവനവും കേരളത്തിലെ ഒരു തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് കിട്ടേണ്ട സേവനം ലോകത്തെവിടിരുന്നു മൊബൈൽ ഫോണിലെ ഒറ്റ ക്ലിക്കിൽ സ്വന്തമാക്കാൻ കഴിയുന്ന ഓൺലൈൻ മികവ് നാം കൈവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനൊപ്പം ഇപ്പോൾ ഡിജിറ്റൽ സാക്ഷരത കൂടി കൈവരിച്ചിരിക്കുകയാണ്. ഇത് കേരളത്തെ സംബന്ധിച്ച് അഭിമാന നിമിഷമാണ്. ഈ മഹത്തായിട്ടുള്ള പ്രവർത്തനത്തിൽ പങ്കാളികളായ എല്ലാവരെയും, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വോളണ്ടിയർമാർ തുടങ്ങിയ എല്ലാവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ അവരോടെല്ലാമുള്ള നന്ദി ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. ഡിജിറ്റൽ ഇന്ത്യ എന്നത് നാം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായിട്ട് കേൾക്കുന്ന മുദ്രാവാക്യമാണ്. അത് വെറും മുദ്രാവാക്യത്തിലും പരസ്യവാചകത്തിലും ഒതുങ്ങുമ്പോൾ കേരളം ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റലായി മാറിയിരിക്കുന്നു എന്നത് വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് കേരളം ചെയ്യുന്നത് നാളെ ഇന്ത്യ ചിന്തിക്കും എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി കേരളം ഇന്ത്യക്കാകെ വഴി കാണിക്കുകയാണ്.
മാതൃകയായി മാറിയിരിക്കുകയാണ്. ഈ അഭിമാന നിമിഷത്തിൽ അതിയായ സന്തോഷത്തോടുകൂടി ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനം എന്ന പ്രഖ്യാപനം നടത്താൻ കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി റിമോട്ട് അമർത്തി നിർവഹിക്കുകയാണ്. ാം വയസ്സിൽ ഡിജിറ്റൽ സാക്ഷരത നേടിയ ശ്രീ അബ്ദുള്ള മൗലവിയുമായി മുഖ്യമന്ത്രി വീഡിയോ കോളിൽ സംസാരിക്കുന്ന ചരിത്ര നിമിഷത്തിലേക്ക്. ഇത് എറണാകുളം ജില്ലയിൽ ഓടക്കാലി ഏക്കുന്ന മടത്തിക്കുടി വീട്ടിൽ 105 വയസ്സുള്ള MA അബ്ദുള്ള മൗലവി ബാഖവി. കേരളത്തിന്റെ സ്വന്തം ഡിജിറ്റൽ ഹീറോ. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഡിജി കേരളം പദ്ധതിയിലൂടെ ഡിജിറ്റൽ സാക്ഷരത നേടി. എങ്ങനെ? നിങ്ങളെ പോലുള്ളവരുടെ അനുഗ്രഹവും പിന്തുണയാണ് ഈ സർക്കാരിന് തന്നെ ബലം. അതെപ്പോഴും ഉണ്ടാകണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നിർത്തട്ടെ. ഓക്കെ. എല്ലാ ആശംസകളും. ശരി. ഡിജി കേരളയിലൂടെ ഡിജിറ്റൽ സാക്ഷരത നേടിയ തിരുവനന്തപുരം സ്വദേശി 75 വയസ്സുള്ള ശ്രീമതി ശാരദ കാണിയെയും ശ്രീമതി വിശാലാക്ഷിയെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമൊപ്പം സെൽഫി എടുക്കുന്നതിനായി സന്തോഷപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.
താങ്ക് യു. തുടർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിലേക്ക്. സഹോദരീ സഹോദരന്മാരെ, ഇത് അഭിമാന മുഹൂർത്തത്തിന്റെ സന്ദർഭമാണ്. ലോകത്താകെയുള്ള മലയാളികൾ അഭിമാനപൂരിതമാകുന്ന നേട്ടമാണ് നമ്മുടെ നാട് നേടിയിരിക്കുന്നത്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സമ്പൂർണ്ണ സംസ്ഥാനം, സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനം, ആ നിലയിലേക്ക് കേരളം ഉയർന്നിരിക്കുന്നു. ഈ നേട്ടം കൈവരിക്കുന്നതിന് സഹായിച്ച മുഴുവൻ പേരെയും, പ്രത്യേകിച്ച് അധ്യക്ഷ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞതുപോലെ നമ്മുടെ യുവതയെ പ്രത്യേകം അഭിനന്ദിക്കട്ടെ. ഇവിടെ പറഞ്ഞു, നാം നേരത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയതിനെക്കുറിച്ച്. അന്നത് രാജ്യത്തിനാകെ മാതൃകയായിരുന്നു. എങ്ങനെ ഇതുപോലുള്ള നേട്ടങ്ങൾ കേരളത്തിന് സ്വായത്തമാക്കാൻ കഴിയുന്നു എന്നത് പലരും ആശ്ചര്യപ്പെടാറുണ്ട്. അത് കേരളത്തിൻ്റെതായ പ്രത്യേകത തന്നെയാണ്. നമുക്ക് മാത്രം അവകാശപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയാം. 1991 ഏപ്രിലില് സമ്പൂർണ്ണ സാക്ഷരത പ്രഖ്യാപനം നടത്തുമ്പോൾ അന്ന് സംസ്ഥാനത്ത് LDF സർക്കാരായിരുന്നു. ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നാടാകെ ഒന്നായി നീങ്ങേണ്ടതുണ്ട്. എല്ലാവരെയും സഹകരിപ്പിക്കുകയും ഉൾച്ചേർക്കുകയും വേണ്ടതുണ്ട്. ആ ദൗത്യം കൃത്യമായി ഏറ്റെടുക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ടാണ് അന്നത് വിജയിച്ചത്. ഇപ്പോ നമ്മൾ ചിന്തിക്കുമ്പോൾ കാലം പുലർത്തുന്ന ഔചിത്യ ഭംഗി അന്നും ഇന്നും കേരളത്തിൽ ഇത്തരത്തിലുള്ള അഭിമാനകരമായ പ്രഖ്യാപനം നടത്തുന്നത് LDF സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴാണ് എന്നതാണ്. അതുകൊണ്ടാണ് കാലം പുലർത്തുന്ന ഔചിത്യ ഭംഗി എന്ന് ഇതിനെ വിശേഷിപ്പിക്കാനാകുന്നത്. എന്നാൽ അതിനുമപ്പുറം ഇത്തരം കാര്യങ്ങളിൽ ആവശ്യമായിട്ടുള്ള ഇച്ഛാശക്തിയുണ്ട്. ആ ഇച്ഛാശക്തിയുടെ പ്രതീകമായി വേണം
ഈ രണ്ട് നേട്ടങ്ങളെയും കാണാൻ. ഈ മഹത്തായ നേട്ടത്തിന് പിന്നിൽ ഒരു മാതൃകയായി പ്രവർത്തിച്ച ഇവിടുത്തെ പുല്ലമ്പാറ പഞ്ചായത്തിനെ കുറിച്ച് നേരത്തെ പരാമർശിക്കുകയുണ്ടായി. ഒരുപാട് പ്രതിസന്ധികളെ മറികടന്നാണ് പുല്ലമ്പാറ പഞ്ചായത്ത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തായി മാറിയത്. പുല്ലമ്പാറയിലെ ഓരോ വീട്ടിലുമെത്തി വയോധികർക്കും വീട്ടമ്മമാർക്കും സാധാരണക്കാർക്കും പരിശീലനം നൽകാൻ സാധിച്ചത് അവിടുത്തെ ജനപ്രതിനിധികളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും കൂട്ടായ പരിശ്രമം കൊണ്ടാണ്. കമ്പ്യൂട്ടറും മൊബൈലും വേണ്ടത്ര പരിചയിച്ചിട്ടില്ലാത്ത അവിടുത്തെ സാധാരണ ജനങ്ങൾ ഇന്ന് സ്വന്തമായി ഓൺലൈൻ വഴി ബില്ലുകൾ അടക്കുന്നു. മറ്റ് ഈ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു. ഒപ്പം സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായി ഇടപെടുന്നു. പുല്ലമ്പാറ പഞ്ചായത്ത് കാണിച്ചു തന്ന ഈ പാതയിലൂടെയാണ് ഇന്ന് കേരളം മുഴുവൻ ഈ നേട്ടം കൈവരിച്ചത് എന്നത് നാം കാണണം. നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്കായി കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് എന്നിവ ഉപയോഗിക്കാനും ഇന്റർനെറ്റിലൂടെ മറ്റുള്ളവരുമായി ബന്ധപ്പെടാനുമുള്ള കഴിവാണ് ഡിജിറ്റൽ സാക്ഷരതയുടെ മാനദണ്ഡമായി കരുതുന്നത്. അതാകട്ടെ ഇപ്പോഴും ലോകത്ത് ചെറിയൊരു ശതമാനത്തിന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ കണക്കെടുത്താൽ 38% കുടുംബങ്ങൾ മാത്രമാണ് ഡിജിറ്റൽ സാക്ഷരത നേടിയിട്ടുള്ളത്. ഇത് മനസ്സിലാക്കുമ്പോഴാണ് കേരളം കയ്യെത്തിപ്പിടിച്ച നേട്ടത്തിന്റെ വലിപ്പം എത്ര വലുതാണ് എന്ന് തിരിച്ചറിയാൻ നമുക്കാവുക. മഹത്തരമായ ഈ നേട്ടം നമ്മുടെ രാജ്യത്തിനാകെ മാതൃക കാട്ടുന്നു എന്നത് എത്ര സത്യസന്ധമായ കാര്യമാണ് എന്നും ഈ കണക്കുകൾ ബോധ്യപ്പെടുത്തുകയാണ്. ഈ നേട്ടം കൈവരിക്കുന്നതിനായി ശ്രമകരമായ പ്രവർത്തനമാണ് കേരളം നടത്തിയത്. നേരത്തെ അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആദ്യം 83 ലക്ഷം കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയുള്ള സർവേ, അതിനെ തുടർന്ന് 22 ലക്ഷത്തോളം പേരെ പഠിതാക്കളായി കണ്ടെത്തുന്നു. 21,88,398 പേർ. അതില് മൂല്യനിർണയത്തിൽ വിജയിക്കുന്നത് 21,87,6
667 പഠിതാക്കൾ. ഇവിടെ നേരത്തെ പ്രസ്താവിച്ചു 90 വയസ്സിന് മുകളിൽ പ്രായമുള്ള 15,223 പേർ. ആ കൂട്ടത്തിൽ വയോധികനായ മൗലവി സാഹേബുമായി സംസാരിക്കുന്നത് നിങ്ങളെല്ലാവരും കേട്ടുകഴിഞ്ഞതാണ്. 75 മേലെ 90 ഇടയിൽ പ്രായമുള്ള 1,35,668 പേരാണ് ഇപ്പോ ഇതിൽ അർഹത നേടിയത്. ആ കൂട്ടത്തിൽ 2 പേരാണ് 75 വയസ്സ് പിന്നിട്ടവരാണ്. ഇവിടെ സ്റ്റേജിൽ വന്ന് എല്ലാവരുടെയും കൂടെ നിന്ന് സെൽഫി എടുക്കുന്ന കാഴ്ചയും നാം കണ്ടത്. ഇവിടെ സർവേയും പരിശീലനവും നടത്തുന്നതിന് വേണ്ടി 2,57,048 വളണ്ടിയർമാർ നേതൃത്വം വഹിച്ചിട്ടുണ്ട്. അതിൽ കോളേജ് വിദ്യാർത്ഥികളുണ്ട്, +2 വിദ്യാർത്ഥികളുണ്ട്. അതിന്റെ ഭാഗമായി NSS, NCC, NYK, സന്നദ്ധ സേനാ വളണ്ടിയർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, സാക്ഷരതാ മിഷൻ പ്രേരകന്മാർ, SC/ST പ്രൊമോട്ടർമാർ, തൊഴിലുറപ്പ് പദ്ധതി മേറ്റുമാർ, ലൈബ്രറി കൗൺസിൽ അടക്കമുള്ള സന്നദ്ധ സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ടെക്നിക്കൽ അസിസ്റ്റന്റുമാർ, ഇങ്ങനെ വലിയൊരു വിഭാഗം ജനത ഇതിൽ പങ്കാളികളായി. എല്ലാവരെയും കേരളത്തിന്റെ നന്ദി അറിയിക്കുന്നു. ഈ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച യുവതലമുറ, ആ യുവതലമുറയുടെ സാമൂഹ്യ പ്രതിബദ്ധതയെക്കുറിച്ച് ഒന്നുകൂടി പറയാതിരിക്കാനാവില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ യുവതി യുവാക്കളുടെ പ്രതിബദ്ധതയാർന്ന പ്രവർത്തനം ഇല്ലായിരുന്നെങ്കിൽ ഈ നേട്ടം ഒരിക്കലും യാഥാർത്ഥ്യമാകുമായിരുന്നില്ല എന്നതാണ്. യുവജനങ്ങളുടെ ആത്മാർത്ഥമായ ഇടപെടൽ ഈ പദ്ധതിയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. സ്വന്തം വീടുകളിലും അയൽപക്കങ്ങളിലും സാങ്കേതിക വിദ്യയിൽ പിന്നോട്ട് നിൽക്കുന്നവരെ കണ്ടുപിടിച്ച് കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ അവർ സമയം കണ്ടെത്തി. ഇതിലെല്ലാമുള്ള പ്രത്യേകത, യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ സമൂഹത്തിനായി അവർ ചെയ്ത സേവനം തീർച്ചയായും പ്രശംസ അർഹിക്കുന്നു. കേരളത്തിന്റെ യുവശക്തിയുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഉത്തമ ഉദാഹരണമാണിത്. പല ഘട്ടത്തിൽ നമ്മുടെ നാട് അത് അനുഭവിച്ചിട്ടുള്ളതാണ്. ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിന്റെ ഗുണഫലങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. എന്തെങ്കിലും പരിമിതികളുടെ പേരിൽ ഒരു പ്രദേശമോ ഒരു വിഭാഗമോ അതിൽ ഉൾപ്പെടാതെ പോകരുത് എന്ന കാര്യത്തിൽ സർക്കാരിന് നിർബന്ധമുണ്ട്. ഈ പദ്ധതിയിലും ഇതേ കാഴ്ചപ്പാടാണ് സർക്കാർ പുലർത്തിയത്. അതുകൊണ്ടാണ് ഇടമലക്കുടി, അട്ടപ്പാടി
തുടങ്ങിയ ആദിവാസി മേഖലകളിൽ ഈ പദ്ധതി മികച്ച വിജയം നേടിയത്. ഈ നേട്ടം ഒരു തുടക്കം മാത്രമാണ്. ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയല്ല, മറിച്ച് ഇവിടെ നിന്നും രണ്ടാം ഘട്ടത്തിലേക്ക്, ഈ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി എല്ലാവരുടെയും അവകാശരേഖകൾ, പ്രധാന സർട്ടിഫിക്കറ്റുകൾ ഡിജിറ്റലൈസ് ചെയ്ത് ഡിജി ലോക്കറുമായി ബന്ധിപ്പിക്കും. സർക്കാർ പിന്തുണയോടെ ഇത്തരത്തിൽ ഒരു സംവിധാനം സാർവത്രികമായി ഏർപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായും കേരളം മാറാൻ പോവുകയാണ്. ഡിജിറ്റൽ സാക്ഷരത നേടിയവർക്ക് സൈബർ ക്രൈമുകൾ, സോഷ്യൽ മീഡിയ ദുരുപയോഗം എന്നിവ തിരിച്ചറിയുന്നതിനും അവ തടയുന്നതിനുമുള്ള പരിശീലനവും നൽകുകയാണ്. അങ്ങനെ ഡിജിറ്റൽ സാക്ഷരത എന്ന സങ്കല്പത്തിന് എല്ലാ അർത്ഥത്തിലുമുള്ള തുടർച്ച ഉറപ്പാക്കുകയാണ് നാം. ഡിജിറ്റൽ സാക്ഷരത കൊണ്ട് മാത്രം എല്ലാം ആയി എന്ന് കരുതാനാവില്ല. അത് പ്രയോഗിക്കുന്നതിനുള്ള സങ്കേതങ്ങൾ കൂടി വേണ്ടേ? പ്രത്യേകിച്ചും ഇന്റർനെറ്റ് കണക്ടിവിറ്റി പോലുള്ള സങ്കേതങ്ങൾ. അതിനായി ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിക്കുക മാത്രമല്ല, അത് എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക കൂടിയാണ് കേരളം ചെയ്യുന്നത്. കെ-ഫോൺ പദ്ധതിയെ ഈ കാഴ്ചപ്പാടിൽ വേണം മനസ്സിലാക്കാൻ. ഇതിനോടകം 1.25 ലക്ഷത്തോളം ഇന്റർനെറ്റ് കണക്ഷനുകൾ അതിലൂടെ നൽകിയിട്ടുണ്ട്. അതിനു പുറമെ പബ്ലിക് വൈഫൈ ഹോട്ട്സ്പോട്ടുകളും സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ എത്തിച്ചുകൊണ്ട് രാജ്യത്തിനാകെ നമ്മൾ മാതൃക തീർക്കുകയാണ്. ഡിജിറ്റൽ സാക്ഷരത യാഥാർത്ഥ്യമാക്കി, ഒപ്പം ഇന്റർനെറ്റ് കണക്ഷനുകളിൽ ലഭ്യമാക്കി. അപ്പോൾ പിന്നെ നമ്മുടെ സർക്കാർ സേവനങ്ങളും സ്മാർട്ടാകണമല്ലോ. അതിനുള്ള നടപടികൾ വളരെ നേരത്തെ തന്നെ സർക്കാർ സ്വീകരിച്ചിരുന്നു. നിലവിൽ 900ഓളം സേവനങ്ങളാണ് ഓൺലൈനായി ജനങ്ങൾക്ക് ലഭ്യമാകുന്നത്. ഇതിനു പുറമെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സേവനങ്ങളാകെ കെ സ്മാർട്ട് വഴിയും ലഭ്യമാണ്. സർക്കാർ സേവനങ്ങൾക്കായി ഒരാൾക്കും ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരുന്നില്ല. വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ് സേവനങ്ങൾ, ജനന മരണ സർട്ടിഫിക്കറ്റുകൾ, പോലീസിൽ പരാതി നൽകൽ, ഇങ്ങനെ എല്ലാ സേവനങ്ങളും ഇന്ന് ഭൂരിഭാഗം പേരും ഓൺലൈനായി തന്നെയാണ് നിർവഹിച്ചു വരുന്നത്. അതാണ് കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റം. ഇതാണ് റിയൽ കേരള സ്റ്റോറി. പ്രവാസി മലയാളികൾക്ക് നാട്ടിൽ വരാതെ തന്നെ ചില സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു നൂതന സമൂഹത്തിൽ രൂപപ്പെട്ടു വന്ന ഡിജിറ്റൽ നെറ്റ്വർക്കിന്റെ സമസ്ത മേഖലകളിലും കാര്യക്ഷമമായി സംസ്ഥാന സർക്കാർ ഇടപെടുകയാണ്. നാം ഒരു വൈജ്ഞാനിക
നൂതനത്വ സമൂഹം കെട്ടിപ്പടുക്കാനാണ് ശ്രമിക്കുന്നത്. അക്കാര്യത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്ന് പറഞ്ഞുകൊണ്ട് കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഒരിക്കൽ കൂടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. ഡിജി കേരളം പദ്ധതിയിലൂടെ അതിൻ്റെ വിജയത്തിനായി പ്രവർത്തിച്ചവരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീ ജെറോമിക് ജോർജ് IAS ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും ആദരവ് സ്വീകരിക്കാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഡയറക്ടർ അർബൻ ശ്രീ സൂരജ് ഷാജി IAS ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും ആദരവ് സ്വീകരിക്കാൻ ക്ഷണിക്കുന്നു. LSTD ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ രാജീവ് VR ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും ആദരവ് സ്വീകരിക്കാൻ സന്തോഷപൂർവ്വം ക്ഷണിക്കുകയാണ്. LSTD അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി സജിന സത്താറിനെ ആദരവ് സ്വീകരിക്കാൻ ക്ഷണിക്കുന്നു. ഈ ചടങ്ങ് സാന്നിധ്യം കൊണ്ട് മഹനീയമാക്കിയ പ്രിയങ്കരനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് 1000 നന്ദി സ്നേഹവും അറിയിക്കുന്നു. തുടർന്ന് ഡിജി കേരളം റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D സുരേഷ് കുമാറിന് കൈമാറുന്നതിലേക്കായി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ് അവറുകളെ ക്ഷണിക്കുകയാണ്. ഡിജി കേരളം 2.0 രൂപരേഖ ബഹുമാനപ്പെട്ട ഇൻഫോസിസ് ഫൗണ്ടർ SD ഷിബുലാലിന് കൈമാറുന്നതിലേക്കായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ശ്രീമതി അനുപമ TV IAS ക്ഷണിക്കുന്നു. ഡിജി കേരളം 2.0 സംബന്ധിച്ച അവതരണത്തിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ശ്രീമതി അദീല അബ്ദുള്ള IAS ക്ഷണിക്കുകയാണ്. ഡിജി കേരളം സാക്ഷരത സംസ്ഥാന പ്രഖ്യാപനം ചടങ്ങിൽ ഒന്നാം ഘട്ട പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട അനിൽകുമാർ മിനിസ്റ്റർ, ബഹുമാനപ്പെട്ട ശിവൻകുട്ടി മിനിസ്റ്റർ, ബഹുമാനപ്പെട്ട AK ശശീന്ദ്രൻ മിനിസ്റ്റർ, ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഡിജി കേരളത്തിലൂടെ പുല്ലമ്പാറയെ അടയാളപ്പെടുത്തിയ പ്രിയപ്പെട്ട സരസു എന്ന സരസ്വതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കൊപ്പം സെൽഫി എടുക്കുന്ന ചരിത്ര നിമിഷമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഡിജി കേരളം 2.0 സംബന്ധിച്ച അവതരണത്തിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ശ്രീമതി അദീല അബ്ദുള്ള IAS ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. സങ്കല്പത്തിന് എല്ലാ അർത്ഥത്തിലുമുള്ള തുടർച്ച ഉറപ്പാക്കുകയാണ് നാം. ഡിജിറ്റൽ സാക്ഷരത കൊണ്ട് മാത്രം എല്ലാം ആയി എന്ന് കരുതാനാവില്ല. അത് പ്രയോഗിക്കുന്നതിനുള്ള സങ്കേതങ്ങൾ കൂടി വേണ്ടേ? പ്രത്യേകിച്ചും ഇന്റർനെറ്റ് കണക്ടിവിറ്റി പോലുള്ള സങ്കേതങ്ങൾ. അതിനായി ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിക്കുക മാത്രമല്ല, അത് എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക കൂടിയാണ് കേരളം ചെയ്യുന്നത്. കെ-ഫോൺ പദ്ധതിയെ ഈ കാഴ്ചപ്പാടിൽ വേണം മനസ്സിലാക്കാൻ. ഇതിനോടകം 1.25 ലക്ഷത്തോളം ഇന്റർനെറ്റ് കണക്ഷനുകൾ അതിലൂടെ നൽകിയിട്ടുണ്ട്. അതിനു പുറമെ പബ്ലിക് വൈഫൈ ഹോട്ട്സ്പോട്ടുകളും സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ എത്തിച്ചുകൊണ്ട് രാജ്യത്തിനാകെ നമ്മൾ മാതൃക തീർക്കുകയാണ്. ഡിജിറ്റൽ സാക്ഷരത യാഥാർത്ഥ്യമാക്കി, ഒപ്പം ഇന്റർനെറ്റ് കണക്ഷനുകളിൽ ലഭ്യമാക്കി. അപ്പോൾ പിന്നെ നമ്മുടെ സർക്കാർ സേവനങ്ങളും സ്മാർട്ടാകണമല്ലോ. അതിനുള്ള നടപടികൾ വളരെ നേരത്തെ തന്നെ സർക്കാർ സ്വീകരിച്ചിരുന്നു. നിലവിൽ 900-ഓളം സേവനങ്ങളാണ് ഓൺലൈനായി ജനങ്ങൾക്ക് ലഭ്യമാകുന്നത്. ഇതിനു പുറമെ തദ്ദേശഭരണ വകുപ്പിന്റെ സേവനങ്ങളാകെ കെ-സ്മാർട്ട് വഴിയും ലഭ്യമാണ്. സർക്കാർ സേവനങ്ങൾക്കായി ഒരാൾക്കും ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരുന്നില്ല. വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ് സേവനങ്ങൾ, ജനന മരണ സർട്ടിഫിക്കറ്റുകൾ, പോലീസിൽ പരാതി നൽകൽ, ഇങ്ങനെ എല്ലാ സേവനങ്ങളും ഇന്ന് ഭൂരിഭാഗം പേരും ഓൺലൈനായി തന്നെയാണ് നിർവഹിച്ചു വരുന്നത്. അതാണ് കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റം. ഇതാണ് റിയൽ കേരള സ്റ്റോറി. പ്രവാസി മലയാളികൾക്ക് നാട്ടിൽ വരാതെ തന്നെ ചില സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു നൂതന സമൂഹത്തിൽ രൂപപ്പെട്ടു വന്ന ഡിജിറ്റൽ നെറ്റ്വർക്കിന്റെ സമസ്ത മേഖലകളിലും കാര്യക്ഷമമായി സംസ്ഥാന സർക്കാർ ഇടപെടുകയാണ്. നാം ഒരു വൈജ്ഞാനിക നൂതനത്വ സമൂഹം കെട്ടിപ്പടുക്കാനാണ് ശ്രമിക്കുന്നത്. അക്കാര്യത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്ന് പറഞ്ഞുകൊണ്ട് കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഒരിക്കൽ കൂടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ സ്നേഹാഭിവാദനങ്ങൾ. ഡിജി കേരളം പദ്ധതിയിലൂടെ അതിന്റെ വിജയത്തിനായി പ്രവർത്തിച്ചവരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീ ജെറോമിക് ജോർജ് IAS ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും ആദരവ് സ്വീകരിക്കാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഡയറക്ടർ അർബൻ ശ്രീ സൂരജ് ഷാജി IAS ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും ആദരവ് സ്വീകരിക്കാൻ ക്ഷണിക്കുന്നു.
LSTD ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ രാജീവ് VR-നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും ആദരവ് സ്വീകരിക്കാൻ സന്തോഷപൂർവ്വം ക്ഷണിക്കുകയാണ്. LSTD അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി സജിന സത്താറിനെ ആദരവ് സ്വീകരിക്കാൻ ക്ഷണിക്കുന്നു. ഈ ചടങ്ങ് സാന്നിധ്യം കൊണ്ട് മഹനീയമാക്കിയ പ്രിയങ്കരനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് 1000 നന്ദി സ്നേഹവും അറിയിക്കുന്നു. തുടർന്ന് ഡിജി കേരളം റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D. സുരേഷ് കുമാറിന് കൈമാറുന്നതിലേക്കായി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ് അവറുകളെ ക്ഷണിക്കുകയാണ്. ഡിജി കേരളം 2.0 രൂപരേഖ ബഹുമാനപ്പെട്ട ഇൻഫോസിസ് ഫൗണ്ടർ SD ഷിബുലാലിന് കൈമാറുന്നതിലേക്കായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ശ്രീമതി അനുപമ TV IAS-നെ ക്ഷണിക്കുന്നു. ഡിജി കേരളം 2.0 സംബന്ധിച്ച അവതരണത്തിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ശ്രീമതി അദീല അബ്ദുള്ള IAS-നെ ക്ഷണിക്കുകയാണ്. ഡിജി കേരളം സാക്ഷരത സംസ്ഥാന പ്രഖ്യാപനം ചടങ്ങിൽ ഒന്നാം ഘട്ട പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട അനിൽകുമാർ മിനിസ്റ്റർ, ബഹുമാനപ്പെട്ട ശിവൻകുട്ടി മിനിസ്റ്റർ, ബഹുമാനപ്പെട്ട AK ശശീന്ദ്രൻ മിനിസ്റ്റർ, ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഡിജി കേരളത്തിലൂടെ പുല്ലമ്പാറയെ അടയാളപ്പെടുത്തിയ പ്രിയപ്പെട്ട സരസു എന്ന സരസ്വതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കൊപ്പം സെൽഫി എടുക്കുന്ന ചരിത്ര നിമിഷമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡിജി കേരളം 2.0 സംബന്ധിച്ച അവതരണത്തിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ശ്രീമതി അദീല അബ്ദുള്ള IAS-നെ ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ സംസ്ഥാന പദവി കേരളം കൈവരിച്ചിരിക്കുകയാണ്. ഈ ചരിത്രപരമായ വിജയം നൽകിയ സന്തോഷത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പശ്ചാത്തലത്തിൽ ഡിജിറ്റൽ പരിവർത്തനത്തിന്റെ അടുത്ത ഘട്ടമായ ഡിജി കേരളം 2 പദ്ധതിയുടെ രൂപരേഖയാണ് ഇവിടെ വായിക്കുന്നത്. പൗരകേന്ദ്രീകൃത സംസ്ഥാനം എന്ന കേരളത്തിന്റെ കാഴ്ചപ്പാടിനനുസൃതമായി ഒരു ഏകീകൃതവും സുരക്ഷിതവും ഡാറ്റാധിഷ്ഠിതവുമായ ഭരണ സംവിധാനം സൃഷ്ടിക്കുന്നതിന് ആണ് ഈ രൂപരേഖ വിഭാവനം ചെയ്തിരിക്കുന്നത്. തദ്ദേശ വകുപ്പ് മുഖേന നടപ്പാക്കുന്ന ഈ പദ്ധതിയിൽ കാര്യമായ സേവന വ്യവസ്ഥകൾ, സൈബർ സുരക്ഷ, മെച്ചപ്പെട്ട സുതാര്യത, പൗരശാക്തീകരണം എന്നിവയാണ് ലക്ഷ്യം വെക്കുന്നത്. പദ്ധതിയുടെ പ്രധാന ഘടകങ്ങളായി വരുന്നത് ഡിജിറ്റലൈസേഷൻ ഓഫ് എവറി എസെൻഷ്യൽ ഡോക്യുമെന്റ്, K-സ്മാർട്ട് കുടുംബ ID ക്യാമ്പയിൻ,
Vinimaya, virtual inclusion through novel initiative for monetary accessibility and durability. Urban accountability and reporting portal of People's Administration Network. Zero Cybercrime Kerala and teaching responsible use of technology for honesty എന്നിവയാണ്. ഡിജി കേരളം 2 കേവലം ഒരു സാങ്കേതിക മുന്നേറ്റമല്ല, മറിച്ച് ഡിജിറ്റൽ സാക്ഷീകരണത്തിലൂടെ സാമൂഹ്യ പരിവർത്തനം സാധ്യമാകുന്ന ഒരു സമഗ്ര കർമ്മ പദ്ധതി കൂടിയാണ്. ഇത് പൗരന്മാർക്ക് മുൻഗണന നൽകിക്കൊണ്ടും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഭരണ സംവിധാനം ശക്തിപ്പെടുത്തിക്കൊണ്ടും ഒരു ഡിജിറ്റൽ സമൂഹം കെട്ടിപ്പടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡിജിറ്റൽ 2 പദ്ധതി, കേരളം 2 പദ്ധതിക്കായി നമുക്ക് ഏവർക്കും അണിചേരാം. നന്ദി. താങ്ക് യു മാം. ബഹുമാനപ്പെട്ട ഇൻഫോസിസ് ഫൗണ്ടർ SD ഷിബുലാൽ സർ സംസാരിക്കും. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. Good afternoon. Honorable Chief Minister Shri Pinarayi Vijayan, Minister Shri MP Rajesh, distinguished guests, officials, innovators, educators and fellow change makers. എന്നെ സംബന്ധിച്ചോളം ഇന്ന് വളരെ അഭിമാനമുള്ളൊരു ദിവസമാണ്. നമ്മുടെ സ്റ്റേറ്റ് 100% ഡിജിറ്റൽ ലിറ്ററസി ഇന്ന് പ്രഖ്യാപിച്ചു. അതും ഇന്ത്യയിൽ ആദ്യമായിട്ട്. ഞാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സഞ്ചരിക്കാറുണ്ട്. ഇങ്ങനെയൊരു പ്രഖ്യാപനം 100% ഡിജിറ്റൽ ലിറ്ററസി പ്രഖ്യാപിക്കുന്ന ഒരു സംസ്ഥാനം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻറ്റ് മോണിമെൻ്റൽ അച്ചീവ്മെൻ്റ് ആണ് കേരളത്തിനെ സംബന്ധിച്ചോളം. കൂടാതെ ഇത് പല രീതിയിലും കേരളത്തിൻ്റെ ആൾക്കാരെ, കേരളത്തിലെ സിറ്റിസൻസിന് ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ്. ഇതാദ്യമായിട്ട് ചെയ്തത് മിനിസ്റ്റർ പറഞ്ഞ പോലെ പുല്ലമ്പാറ വില്ലേജിലായിരുന്നു, ഗ്രാമപഞ്ചായത്തിലായിരുന്നു. അവർക്ക് പല പ്രതിബന്ധങ്ങളും ഫേസ് ചെയ്യേണ്ടി വന്നു. എന്നാലും അവരത് കംപ്ലീറ്റ് ചെയ്തു. അത് കേരളത്തിന് ഒരു മോഡലായി. ഈ കാര്യം നേടിയെടുത്തത് പലരുടെ സഹായം കൊണ്ടാണ്. പല ആൾക്കാരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിനു വേണ്ടി ജോലി ചെയ്തിട്ടുണ്ട്. അവരോടെല്ലാവരോടും എൻ്റെ പ്രധാനമായ നന്ദി പറയുന്നു. കൂടാതെ ഇത് ഒരവസാനമല്ല, ഇതൊരാദ്യമാണ്. ഡിജിറ്റൽ കേരള ഇന്നിവിടെ പ്രഖ്യാപിച്ചു. അതേ സമയത്ത് തന്നെ ഡിജിറ്റൽ കേരള 2.0 അതിൻ്റെ പ്ലാൻ, സ്റ്റേറ്റിൻ്റെ പ്ലാൻ ഇന്നിവിടെ എനിക്ക് കൈമാറി. അപ്പം ഇത് ഡിജിറ്റൽ കേരളയുടെ അവസാനമല്ല, ഒരു പുതിയ തുടക്കം കൂടിയാണ് ഡിജിറ്റൽ കേരള 2.0യുടെ. അത് മുഖേന കേരളം ഒരു ഡിജിറ്റൽ സ്റ്റേറ്റ് മാത്രമല്ല, ഒരു ഡിജിറ്റൽ ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ ഇന്ത്യക്ക് തന്നെ അഭിമാനവും കൂടാതെ മോഡലായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സ്റ്റേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയും ആകും. അത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ. വേദിയിലുള്ള എല്ലാ ബഹുമാന്യ വ്യക്തിത്വങ്ങളുടെയും ആശംസകൾ നിങ്ങളെ അറിയിക്കുന്നു. ഈ ചടങ്ങിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് LSDD പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീ ജെറോമിക് ജോർജ് IAS സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് അവർകൾ, ഈ യോഗത്തിന് ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, വിശിഷ്ട വ്യക്തികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നിമിത്തമായി നമസ്കാരം. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നന്ദി അറിയിക്കുന്ന എന്ന എൻ്റെ കർത്തവ്യം. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ
സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുന്ന ഈ ചരിത്രമായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്ന ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ആദ്യമായി എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രഖ്യാപനം നിർവഹിച്ച് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആദരണീയ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണവും നേതൃത്വത്തിന് കാരണം കൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ നേട്ടം ഏറ്റെടുക്കാൻ സാധിച്ച്. നവകേരളത്തിനായ ഡിജിറ്റൽ കാഴ്ചപ്പാടിന് നേതൃത്വം നൽകിയ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് ഈ പരിപാടിയുടെ പേരിലും തദ്ദേശ ഭരണ വകുപ്പിന്റെ പേരിലും ഹൃദയം നിന്ന് നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട തദ്ദേശ ഭരണ വകുപ്പ് എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് അവർകളാണ്. ഒരു വകുപ്പിലെ മേധാവിയുടെ നിലയിൽ ഈ പദ്ധതിയുടെ മുഴുവൻ നേതൃത്വം അതുപോലെ തന്നെ പ്രോത്സാഹനം നൽകിയ ബഹുമാനപ്പെട്ട മന്ത്രിയാണ്. അദ്ദേഹത്തിന് ഈ ചരിത്രപരമായ പദ്ധതിക്ക് ശക്തമായി നേതൃത്വം നൽകിയ അതോടെ തന്നെ നമുക്ക് മുഴുവൻ ഒരു കൃത്യമായ ഗൈഡൻസ് നൽകിയതിനു വേണ്ടി പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിൽ മുഖ്യ അതിഥികളായ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ V ശിവൻകുട്ടി അവർകൾ, ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ കുമാർ അവർകൾ, ബഹുമാനപ്പെട്ട ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രി ശ്രീ കൃഷ്ണകുട്ടി അവർകൾ, ബഹുമാനപ്പെട്ട വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ അവർകൾ, ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അവരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഈ ചടങ്ങിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട MP-മാർ MLA-മാർ അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക് IAS, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, എല്ലാവർക്കും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഇൻഫോസിസ് മുൻ CEO കോ ഫൗണ്ടറുമായ ശ്രീ ST ശിവലാലിനെ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറിമാരായ ശ്രീമതി അനുപമ TV, ശ്രീമതി അദില അബ്ദുള്ള, അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടർ urban, ഡയറക്ടർ റൂറൽ, മറ്റ് വകുപ്പിലെ മേധാവികളും അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ ഉദ്യോഗസ്ഥർക്കും പ്രത്യേകമായി ജനപ്രതിനിധികളും ഉൾപ്പെടെ എല്ലാവർക്കും ഈ യോഗത്തിന്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിന് ഭാഗമായ വോളണ്ടിയർമാർ 2.5 ലക്ഷത്തോളം വോളണ്ടിയർമാരുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത ഇതിന് ഭാഗമായി പഠിതാക്കളും എല്ലാവർക്കും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. ആൻഡ് ഈ ഒരു വോളണ്ടിയേഴ്സിന്റെ ഇനത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ചൂണ്ടിക്കാണിക്കേണ്ടതാണ് നമ്മുടെ NCC, NSS, അതുപോലെ തന്നെ ലൈബ്രറി കൗൺസിൽ, യുവജനക്ഷേമ ബോർഡ്, RGSA ജീവനക്കാരും നമ്മുടെ പഞ്ചായത്ത് തദ്ദേശ വകുപ്പിലുള്ള ടെക്നിക്കൽ അസിസ്റ്റന്റ്മാർ എല്ലാവർക്കും എൻ്റെ പേരിലും വകുപ്പിന്റെ പേരിലും നന്ദി അറിയിച്ചതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിയതുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. ഈ ചടങ്ങ് ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. പങ്കെടുത്ത് സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.